ടാറ്റു അടിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഡിഫൻസിലേക്ക് മെഡിക്കൽ അൺഫിറ്റ് ആണോ എന്നുള്ള ഒരുപാട് സംശയമായിട്ടാണ് പലരും വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറയാം. ആദ്യമായിട്ട് ആർമി, എയർഫോഴ്സ്, നേവി അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിലും അതിൻ്റെ സെപ്പറേറ്റ് മാനദണ്ഡങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻലി വരികയാണെങ്കിൽ നമ്മുടെ സല്യൂട്ടിംഗ് പോർഷനിൽ മെഡിക്കൽ അൺഫിറ്റ് ആണ്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഈ ഭാഗം, അതിൻ്റെ ഫേസ്, പിന്നെ പുറത്ത് വലിയ രൂപത്തിലുള്ള ടാറ്റു അടിക്കുന്നത്, ഇതെല്ലാം മെഡിക്കൽ പെർമനൻ്റ്ലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ചെറിയ സൈസിലുള്ള നമ്മുടെ പേരൻസിൻ്റെ പേര്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നെയിം, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ചിഹ്നങ്ങളോ അതായത് സൈനുകൾ കൊടുക്കുകയാണെങ്കിൽ അത് മെഡിക്കൽ അൺഫിറ്റിൽ ബാധകമല്ല എന്നുള്ളതും ചില പോളിസീസിൽ പറയുന്നുണ്ട്. ടാറ്റു അടിക്കുന്നത് ചെറിയൊരു ഇളവ് ലഭിക്കുന്നത് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. എങ്കിൽ പോലും അവർ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ട്രൈബൽ അഫിലിയേഷൻ തെളിയിക്കുന്ന അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ട്രെൻഡ് എന്നുള്ള ടാറ്റു, കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് അടിക്കുകയാണെങ്കിൽ എനിക്കും അടിക്കാം എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിഫോം സേനയിലേക്ക് 5-6 മാസത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് നിങ്ങൾക്ക് അതിൻ്റെ മെഡിക്കൽ വരെ എത്തുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ എഴുതി ഫിസിക്കൽ പാസ്സായി അവസാനമാണ് മെഡിക്കൽ വരുന്നത്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു വില മനസ്സിലാക്കുന്നത്. കാരണം ചെറിയ ഒരു അബദ്ധം, നിങ്ങൾക്ക് റീമെഡിക്കൽ അടിക്കുകയാണെങ്കിൽ പോലും 4-5 ദിവസത്തെ ടൈമാണ് നിങ്ങൾക്ക് റീമെഡിക്കലിന് ലഭിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ടാറ്റു റിമൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം വലിയൊരു സൈസിലുള്ള ടാറ്റു ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 3-4 മാസമാണ് എടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറിന്റെ കാര്യമാവാം. അതാണ് നിങ്ങൾ 3-4 മാസം വരെ തിരിക്കേണ്ടി വരും. കാരണം ഈ ഒരു ഡിഫൻസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ താല്പര്യമുള്ള, അതായത് ഇന്ത്യൻ ഡിഫൻസിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പരമാവധി ടാറ്റുവിനെ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ അപ്ലിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഫിസിക്കലിൽ കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടാറ്റു റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.